Hello all and welcome to IELTS Preparation by Sort Edu. This is Alvin and in today's session we will start our discussion with how to write an introduction and overview paragraph for a pie chart essay in IELTS writing task 1. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഒരു പൈ ചാർട്ട് എസ്സേ അതിൻ്റെ അനാലിസിസ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത്. എങ്ങനെയാണ് അതൊരു ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാമെന്നും അതെങ്ങനെയാണ് ഒരു അപ്രോച്ച് ചെയ്യാമെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എൻ്റെ പാരഗ്രാഫ് സ്ട്രക്ചർ ഓൾറെഡി ഒന്ന് പറഞ്ഞുപോയി. ദെൻ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പൈ ചാർട്ട് എസ്സേയുടെ തന്നെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എങ്ങനെ എഴുതാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്രീനിൽ കാണാം. ദാറ്റ് ഈസ് ദ ടു പൈ ചാർട്ട്സ്. ഓക്കെ, ദ ചാർട്ട് ബിലോ ഷോസ് ദ റീസൺസ് വൈ പീപ്പിൾ ട്രാവൽ ടു വർക്ക് ബൈ ബൈസിക്കിൾ ഓർ ബൈ കാർ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് രണ്ട് ചാർട്ട്സ് ആണ് നമുക്ക് തന്നിരുന്നത്, രണ്ട് പൈ ചാർട്ട്. അതിൽ ഫസ്റ്റ് ചാർട്ട് എന്ന് പറയുന്നത് റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക്. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ സൈക്കിൾ ചെയ്ത് പോകുന്ന ആൾക്കാരുടെ റീസൺസ് ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ചാർട്ട് കണ്ടത്. ദെൻ സെക്കൻഡ് ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും റീസൺസ് ഫോർ ഡ്രൈവിംഗ് ടു വർക്ക്. അപ്പോൾ അതായത് ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്ത് പോകുന്നവരുടെ ഒരു റീസൺസ് എന്തൊക്കെയാണ് എന്നുള്ള ലേബൽസ് ആണ് നമ്മൾ സെക്കൻഡ് പൈ ചാർട്ടിൽ കണ്ടത്. ഇതിന്റെ ഒരു കോമ്പോസിഷൻ ഒരു റിലേറ്റീവ് പ്രൊപ്പോർഷൻ ആണ് രണ്ട് ചാർട്ടിലും നമുക്ക് കാണാൻ സാധിച്ചത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ദ ചാർട്ട് ബിലോ ഷോസ് ദ റീസൺസ് വൈ പീപ്പിൾ ട്രാവൽ ടു വർക്ക് ബൈ ബൈസിക്കിൾ ഓർ ബൈ കാർ. അപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മൾ നേരത്തെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ, ദാറ്റ് ഇസ് ലൈൻ ഗ്രാഫിലും ബാർ ചാർട്ടിലും ടേബിൾ ചാർട്ടിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത അതേ കാര്യമാണ്. ദാറ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെന്റൻസ് ആയിരിക്കും. ബേസിക്കലി അത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ തന്നെ ഒരു പാരഫ്രൈസ് ആയിരിക്കും നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് വരിക. ദെൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ ഒരു പാരഫ്രൈസ് അത് എങ്ങനെ നമുക്ക് എഴുതാം നോക്കാം. ദ ടു പൈ ചാർട്ട്സ് ഡിസ്പ്ലേ ദ കീ റീസൺസ് വൈ പീപ്പിൾ ചൂസ് ടു ഐദർ സൈക്കിൾ ഓർ ഡ്രൈവ് ടു വർക്ക് ബൈ പെർസെൻറ്റേജ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. അതെങ്ങനെയാണ് അതൊരു റീഫ്രേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ദി ചാർട്ട് ബിലോ ഷോസ് എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. നമ്മളത് ദി ടു പൈ ചാർട്ട്സ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിൽ മാറ്റി, അതായത് ടു പൈ ചാർട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ ആ ഒരു വിഷ്വൽസിൽ നമ്മൾ എടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ദെൻ ദ ടു പൈ ചാർട്ട്സ് നമ്മൾ ഡിസ്പ്ലേ നമ്മൾ സംസാരിച്ചു. ദെൻ ദ റീസൺസ് വൈ പീപ്പിൾ ട്രാവൽ. ഓക്കെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരെ നമ്മൾ എന്ത് ചെയ്തു? ദ കീ റീസൺസ് വൈ. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ ആണ്, ഒരു റീഫ്രേസിലാണ്. ദെൻ വൈ പീപ്പിൾ ട്രാവൽ ടു വർക്ക് ബൈ ബൈസിക്കിൾ ഓർ ബൈ കാർ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എങ്ങനെയാണ് പാരഫ്രൈസ് ചെയ്തിരിക്കുന്നത്? വൈ പീപ്പിൾ ചൂസ് ടു ഐദർ സൈക്കിൾ ഓർ ഡ്രൈവ് ടു വർക്ക് ബൈ പെർസെൻറ്റേജ്. ഓക്കെ, അതൊരു നല്ലൊരു റീഫ്രേസിലാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്താണ് ആ ക്വസ്റ്റ്യൻ തന്നെ ഒരു പാരഫ്രൈസ് ആണ്, ബട്ട് കുറച്ച് വേർഡ്സ് ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ വൈ പീപ്പിൾ ചൂസ് ടു എന്നുള്ളത് മാറ്റി, അതുപോലെ ടു വർക്ക് ബൈ പെർസെൻറ്റേജ് എന്നുള്ള വാക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മളെ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിന് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ ഒരു റീഫ്രേസിൽ, അതാണ് ബേസിക്കലി നമ്മൾ ചെയ്തത്. നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ് നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു ഓവർവ്യൂ പാരഗ്രാഫ് നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ ആണ് ഇവിടെ നമ്മൾ വരിക. ദാറ്റ് ഈസ് ഒരു ഓവർവ്യൂ. നമ്മുടെ ഈ ഒരു പൈ ചാർട്ട്, ഈ ഒരു ഗ്രാഫിക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ആയിട്ടുള്ള കുറച്ച് റീസൺസ് അല്ലെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കുക. ആ ഫീച്ചേഴ്സിനെ എന്തൊക്കെയാണോ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 2-3 സെന്റൻസിലേക്ക് ഒരു 40-50 വേർഡ്സ് വരുന്ന രീതിയിലൊരു ഓവർവ്യൂ പാരഗ്രാഫിലേക്ക് മാറ്റുന്നു. അതാണ് ബേസിക്കലി നമ്മൾ ഓവർവ്യൂ ചെയ്യുന്നത്. ഡീറ്റെയിലിങ്ങിനൊക്കെ നമ്മൾ കടക്കുന്നില്ല. നമ്മൾ നേരത്തെ അതേ കാര്യമാണ്. ദാറ്റ് ഈസ് ഡീറ്റെയിലിംഗ് എപ്പോഴും ബോഡി പാരഗ്രാഫിലേക്കാണ് വരിക. ദെൻ നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ ഇവിടെ ഒരു ഓവർവ്യൂ പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അഡീഷണൽ ഫീച്ചറും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. നമുക്ക് ഓൾറെഡി ഫീച്ചേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണാം. ദ ഫസ്റ്റ് മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ദി ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു സൈക്കിൾ ഡു സോ ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ്. അതായത് നമ്മൾ ഓൾറെഡി ആ ഫസ്റ്റ് ഗ്രാഫിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഫസ്റ്റ് മെയിൻ ഫീച്ചർ ദാറ്റ് ഈസ് കൂടുതൽ ആൾക്കാർ സൈക്കിൾ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഗ്രാഫ്. ആ ഗ്രാഫിൽ ഏറ്റവും ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഒരു കോമ്പസിഷൻ കീപ്പ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആൻഡ് ലെസ് പൊല്യൂഷൻ. അപ്പോൾ എൻവയോൺമെന്റൽ റീസൺസും ഹെൽത്ത് റീസൺസും ആണ് ബേസിക്കലി ഒരു ടോപ്പ് ഇതായിട്ട് നിൽക്കുന്നത് ഫസ്റ്റിൽ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് മെയിൻ ഫീച്ചർ. ദെൻ സെക്കൻഡ് മെയിൻ ഫീച്ചർ എന്തായിരുന്നു? ദ ഹൈസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു ഡ്രൈവ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കംഫർട്ടബിൾ. അപ്പോൾ കംഫോർട്ടിന്റെ കേസ് ആയിരുന്നു സെക്കൻഡ് പൈ ചാർട്ടിന്റെ ടോപ്പ് കോൺട്രിബ്യൂട്ടർ. അപ്പോൾ അതിന് നമ്മൾ സെക്കൻഡ് മെയിൻ ഫീച്ചർ ആയിട്ട് എടുത്തു. നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ ആൻ ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ദ ചോസൺ മെത്തേഡ് ഇസ് ദി ഫാസ്റ്റസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് സംസാരിക്കുന്നത്? ഫോർ ആൻ ഓൾമോസ്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ ഓഫ് ദി പീപ്പിൾ, ഓക്കെ, ദർ ചോസൺ മെത്തേഡ് ഇസ് ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ കാണാം. നമ്മുടെ പൈ ചാർട്ട് ഫസ്റ്റ് പൈ ചാർട്ട് എന്ന് പറയുന്നുണ്ട് റീസൺസ് ഫോർ സൈക്ലിംഗ് ടു വർക്ക്. അപ്പോൾ ആ ഫസ്റ്റ് പൈ ചാർട്ടിലൊരു ലേബലാണ് ഫാസ്റ്റ് ദാൻ ഡ്രൈവിംഗ്. അതായത് സൈക്കിൾ യൂസ് ചെയ്ത് വർക്കിലേക്ക് പോകുന്ന ആൾക്കാർ, ആ ഒരു ടോട്ടൽ ആൾക്കാരുടെ ഒരു ഇതിൽ
ഒരു 13% നമുക്ക് കാണാം 13% ഓഫ് ദോസ് പീപ്പിൾ അല്ലെങ്കിൽ സേ ദാറ്റ് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ഡ്രൈവിംഗ്. ഓക്കെ, സൈക്ലിങ്ങിനെ കഴിഞ്ഞും ഫാസ്റ്റർ ആണ് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ കഴിഞ്ഞും ഫാസ്റ്റ് ആണ് സൈക്ലിംഗ് എന്ന് അവിടെ ഒരു 13% ഓഫ് ദ പീപ്പിൾ ആണ് ആ ഒരു ലെവലിലുള്ളത്. ദെൻ നമ്മുടെ സെക്കൻഡ് പൈ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ കാണാം ഫാസ്റ്റർ ദാൻ സൈക്ലിംഗ്, അതായത് ഡ്രൈവ് ചെയ്ത് വർക്കിലേക്ക് പോകുന്നവരിൽ ഒരു 14% പറയുന്നു ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ സൈക്ലിംഗ് എന്ന്. അപ്പൊ ഏകദേശം ഇപ്പൊ സൈക്ലിങ്ങിന്റെ കേസ് നോക്കിയാലും അവിടെ ഒരു 13% ഓഫ് ദ ആൾക്കാർ പറയുന്നുണ്ട് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ ഡ്രൈവിംഗ്. ആൻഡ് നമ്മുടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആൾക്കാർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏകദേശം 14% ഓഫ് ദ ടോട്ടൽ സേസ് ദാറ്റ് ഇറ്റ്സ് ഫാസ്റ്റർ ദാൻ സൈക്ലിംഗ്. അപ്പോൾ ഏകദേശം ഓരോ കാറ്റഗറിയിലും ഏകദേശം ഒരു വരുന്ന ഈ ഒരു ഫാസ്റ്റർ ആണ് ഓപ്പോസിറ്റ് രീതി എന്നുള്ളതിന് സംസാരിക്കുന്നത് ഏകദേശം ഒരു 13-14% ഏകദേശം ഈക്വൽ ആണെന്നുള്ള കേസാണ് നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ. ദെൻ അപ്പൊ നമ്മുടെ 3 മെയിൻ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ്. നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സിനെ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ് എഴുതുക. നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ് സ്ക്രീനിൽ കാണാം. The largest proportion of people who cycle have made this choice for health and environmental reasons, whilst the prime advantage of driving to work is considered to be the comfort of traveling by car. Notably, for an almost equal proportion of people, their chosen method is the fastest. അപ്പോൾ ഇതിന്റെ ഒരു സെന്റൻസ് സ്ട്രക്ചർ നോക്കുക. നമ്മളിവിടെ ബേസിക്കലി 2 സെന്റൻസ് ആണുള്ളത്. ഇനിഷ്യലി നമ്മുടെ ഇനിഷ്യൽ ഫോർ ദ ഫസ്റ്റ് പൈ ചാർട്ടിന്റെ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഏത് ലേബലാണെന്ന് സംസാരിക്കുന്നു. ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു സൈക്കിൾ ഹാവ് മേഡ് ദിസ് ചോയ്സ് ഫോർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ്. അപ്പൊ അവിടുത്തെ 2 മേജർ റീസൺസിനെ കുറിച്ച് നമ്മൾ ടച്ച് ചെയ്തുവിടുകയാണ്. ദാറ്റ് ഈസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ലേബലും ലെസ് പൊല്യൂഷൻ. അപ്പോൾ ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റൽ റീസൺസ് ആണ് കൂടുതലും ഏറ്റവും ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെന്റൻസിലാണ് ഇനീഷ്യൽ പാർട്ട് നമ്മൾ ഇതൊന്ന് സംസാരിച്ചു. ദെൻ നമ്മൾ എന്ത് സംസാരിക്കുന്നു? സെക്കൻഡ് പൈ ചാർട്ട്. ഇതിന്റെ ഒരു ഇതേപോലെ തന്നെ സെക്കൻഡ് പൈ ചാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടോപ്പ് കോൺട്രിബ്യൂട്ടർ ഏത് അല്ലെങ്കിൽ ടോപ്പ് കോമ്പോസിഷൻ ഏത് സെക്ഷൻ ആണെന്നുള്ളതിൽ നമ്മൾ സംസാരിക്കുന്നു. അപ്പോൾ വിൽസ്റ്റ് എന്നുള്ള ഒരു കണക്ടറൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇത് കാണിക്കാനായിട്ട്. എന്താണ് നമ്മൾ സംസാരിക്കുന്നത്? ദി പ്രൈം അഡ്വാൻറ്റേജ് ഓഫ് ഡ്രൈവിംഗ് ടു വർക്ക് ഈസ് കൺസിഡർഡ് ടു ബി കംഫർട്ട് ഓഫ് ട്രാവലിംഗ് ബൈ കാർ. അപ്പോൾ അവിടുത്തെ ഒരു ടോപ്പ് സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കംഫർട്ട് ആണ്. ഏകദേശം 40% ഓഫ് ദി പീപ്പിൾ പ്രിഫർ ഡ്രൈവിംഗ് ടു വർക്ക് ബിക്കോസ് ഓഫ് കംഫർട്ട്. അപ്പോൾ അവിടുത്തെ മെയിൻ ഒരു കോൺട്രിബ്യൂട്ടറിന്റെ കാര്യം, അതായത് നമ്മുടെ കംഫർട്ടിന്റെ കാര്യം നമ്മൾ സംസാരിക്കുന്നു. ഇതൊക്കെ ഒരു വിൽസ്റ്റ് എന്നുള്ള ഒരു കണക്ടർ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് സെന്റൻസ് നോക്കാം. അവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ തേർഡ് മെയിൻ ഫീച്ചർ, അതായത് 2 പൈ ചാർട്ടിന്റെ കേസിലുള്ള ഒരു ഫാസ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ഒരു ഫീച്ചർ അല്ലെങ്കിൽ സ്വന്തം ഒരു രീതി എന്ന് പറയുന്ന ഒരു 13 അല്ലെങ്കിൽ 14% ഓഫ് പീപ്പിൾ ഈ രണ്ടിടത്തുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊപ്പോർഷനെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡ് സെന്റൻസിൽ സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ടബിളി ഫോർ an equal proportion of people their chosen method is the fastest. അപ്പോൾ ഈ ഒരു ഫീച്ചറും നമ്മളിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഒരു ഓവർവ്യൂ പാരഗ്രാഫ്. നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോകുന്ന 3 മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു പൈ ചാർട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫയബിൾ ആയിട്ടുള്ള 3 മെയിൻ ഫീച്ചേഴ്സിന്റെ കാര്യം നമ്മളിവിടെ സംസാരിച്ചു വെച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓവർവ്യൂ പാരഗ്രാഫ്. വി ഓൾറെഡി ഡിസ്കസ് ദി ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. നമ്മുടെ വരും സെഷനുകളിൽ നമ്മുടെ ബോഡി പാരഗ്രാഫ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.